ഇവിടുത്തെ കാട്ടിലൂടെ നടന്നാലുള്ള അവസ്ഥയാണിത്. അട്ടയുടെ കടി നമ്മൾ അറിയില്ല. ചോര ഒഴുകുമ്പോഴാണ് അതിൻ്റെ വിവരം അറിയാം. കുറേ കഴിയുമ്പോൾ ചോര കാണുമ്പോഴാണ് കടിച്ചത് അറിയുള്ളൂ. ഏകദേശം ഇപ്പോൾ ഞാൻ 3 മണിക്കാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയത്. 1 മണിക്കൂർ മൊത്തം ചുറ്റി അടിച്ചു. 1 മണിക്കൂർ കൊണ്ട് ഇവിടെ 2 മലയ്ക്ക് മുകളിൽ കയറിയിട്ടുണ്ട്. അവിടെ ഏറ്റവും മുകളിലേക്ക് കയറാനുള്ള യാതൊരു വഴിയില്ല. അവിടെ വേലി കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയതാണ്. നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ മല ഇറങ്ങിയിട്ട് നേരെ താഴോട്ടുള്ള റോഡിനാണ് പോകേണ്ടത്. ആ വെള്ളച്ചാട്ടം വരുന്ന ഭാഗം കാണാൻ വേണ്ടിയിട്ട്. ആ ഭാഗത്തേക്ക് മൊത്തം കാടാണ്. ചുറ്റിലും കാടാണ്. ഏത് ഭാഗത്ത് നോക്കിയാലും വെള്ളച്ചാട്ടത്തിൻ്റെ ആ വഴിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മണ്ണിടിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അവിടെ താഴെ വെള്ളം ഒഴുകുന്നത് എനിക്ക് കാണുന്നുണ്ട്. പിന്നെ കയറ്റം കയറി കുറച്ചും കൂടി വന്നപ്പോൾ ഒരു പഴയൊരു വീട്, പൊളിഞ്ഞ വീട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ അത് അവിടെ ഒന്നുണ്ട്. അപ്പോൾ ഇവിടം വരെ വഴിയുള്ളൂ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴിയൊന്നും കാണുന്നില്ല. ഇറങ്ങാനുള്ള വഴിയൊന്നും കാണുന്നില്ല. കാടാണ്. പിന്നെ ഇവിടെ അട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഏതായാലും കാട്ടിലേക്കൊന്നും ഇറങ്ങുന്നില്ല.